ഇതെൻ്റെ സ്വന്തം സയാനുമയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സയാനുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. ഇത് നമ്മൾ സയാനുവിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. സയാനു ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ലേ സയാനു? അല്ലേ? ഇവൻ ഞങ്ങളുടെ ഒരു ലക്കി ബോയ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവനെ ഒരു ലക്കി ബോയ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എത്ര കോടി ആര് തരാമെന്ന് പറഞ്ഞാലും ഇവനെ ഞാൻ കൊടുക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സീറോയിൽ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിലാണ് ഞങ്ങളിലേക്ക് വരുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. മീൻസ് ഇവൻ കാരണമാണ് ഞങ്ങൾക്ക് അത് ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലൈഫിൽ എന്തൊക്കെയോ കുറച്ച് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ഇവൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ ഇത്, മസാജിങ്. അല്ലേ സനുമാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ മസാജിങ്? ഉണ്ട് ഇവിടെയൊക്കെ സ്ക്രാച്ചാണ്, മറ്റവൻ കടിക്കുന്നതാണ്. രണ്ടുപേരും കൂടെ അടിപിടി കൂടുമ്പോൾ. സയാനുമാക്ക് മസാജിങ് ഉണ്ട്. അപ്പം ഞാൻ ഒളിച്ചോടി പോയ സമയത്താണ് കേട്ടോ എനിക്ക് ഇവനെ കിട്ടുന്നത്. അപ്പം ഞാൻ നോ 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 അപ്പം ഞാൻ ഒളിച്ചോടി പോയപ്പോഴാണ് കേട്ടോ ആക്ച്വലി ഇവനെ കിട്ടുന്നത്. അല്ലാതെ ഞാൻ എവിടെ നിന്നും ഇവനെ പോയി ഇവനൊരു അഡോപ്റ്റഡ് ഡോഗാണ്. ഇവനെ അഡോപ്റ്റ് ചെയ്യാനുള്ള റീസണും ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ഒളിച്ചോടി പോകാനൊരു പ്ലാനിങ് ഇട്ടു. അങ്ങനെ ഞാൻ കോട്ടയാണ്. അപ്പം ഞാനങ്ങനെ കോട്ടയത്തു നിന്ന് കണ്ണൂർക്ക് പോയി ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിച്ചു. മാരേജ് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ജോബ് നോക്കി. ആ ടൈം ഞങ്ങൾക്ക് ജോബില്ലായിരുന്നു. അപ്പം ജോബ് നോക്കി എങ്ങനെയെങ്കിലും ലൈഫ് മുന്നോട്ട് പോകണം, പിന്നീട് മാരേജ്, അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തു. റൂമെന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ആണത്. താഴെ ഫുള്ള് ക്ലിനിക്ക്, കണ്ണൂരാണ് ലൊക്കേഷൻ. അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് താഴെ. മേളിൽ ഫുള്ള് കുറേ റൂംസാണ്. അപ്പോൾ അത് ഇങ്ങനെ റെൻറ്റ് കൊടുത്തു വെക്കും. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് അവിടെ എടുത്തത് റൂം. അങ്ങനെ ഇന്ന ഡേയ്സിലേക്കൊന്നുമില്ല, 1 ഇയർ എന്ന് പറഞ്ഞിട്ടാണ് റൂം എടുത്തത്. നോർമലി അവിടെ ഫാമിലീസ് ഒന്നുമല്ല വന്ന് താമസിക്കുന്നത്. ഈ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ പാർട്ടിയൊക്കെ നടത്താനും അല്ല അതുപോലെ എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻസ്, അതുപോലെ തന്നെ 2 വെള്ളം അടിക്കാനൊക്കെ ആൾക്കാർ എടുക്കുന്ന റൂമാണ്. അല്ലാതെ അവിടെ ഫാമിലീസ് ഒന്നും താമസിക്കുന്നില്ല. ഞങ്ങൾ മാത്രമേ അവിടെ ഒരു 1 ഇയറിലേക്ക് എടുത്തിട്ടുള്ളായിരുന്നു. ഇങ്ങനെ ഞങ്ങളവിടെ ജോബൊന്നുമില്ല, എന്നാലും ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആക്ച്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം ഓൾമോസ്റ്റ് കാണാൻ തുടങ്ങി. കണ്ടിട്ട് അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ യൂട്യൂബ് ചാനൽ അവിടെ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ റൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം കാണാൻ തുടങ്ങി, നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണാൻ തുടങ്ങി. ഭയങ്കര കലിപ്പായി, എല്ലാവരും കലിപ്പായി കഴിഞ്ഞപ്പം ഹസ്ബൻഡിൻ്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഇങ്ങനെ നിൽക്കുമല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ തിങ്ക് ചെയ്യുന്നത് തന്നെ ഒരു മാരേജിനെ പറ്റിയിട്ട്. അതിന് മുന്നേ ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരു കല്യാണം കഴിക്കണമെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുവാണ്, മാരേജ് ചെയ്യാം. അപ്പോഴും ഞങ്ങൾ ഒന്നുമല്ല, സീറോയിൽ തന്നെ നിൽക്കുവാണ്. ജോബൊന്നുമില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ദുബായിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം കിട്ടിയ സാലറി കൊണ്ടും ഒക്കെ ആയിരുന്നു ആക്ച്വലി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റണ്ണായിക്കൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്നൊരു സമയത്ത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ദുബായ് നാട്ടിലേക്ക് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് ജോബൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റും ചിന്തിച്ചില്ല. ഞങ്ങളുടെ തീരുമാനം കണ്ണൂർ ഒരുമിച്ച് പോയി താമസിക്കാം, എന്നിട്ട് ഒരു ജോബൊക്കെ വാങ്ങിച്ച് 2 പേരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം, പിന്നീട് മാരേജ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഡേ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പുള്ളി ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ വൈകിട്ടൊരു 7 മണിയായിട്ടുണ്ടാവും, ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്.
അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എടി ഒന്ന് ഓടി വന്നേ ഒരു സംഭവം കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഒരു പട്ടി താഴെ നിൽക്കുന്നെന്ന് പറഞ്ഞു. അതായത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു പട്ടി നിൽക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല, പട്ടി അതുവഴി അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ കുഞ്ഞു പട്ടികളൊക്കെ ഉണ്ട്, തെരുവിൽ കൂടെ നടക്കുന്ന പട്ടികൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ബാലൻസ് ഫുഡൊക്കെ വരും. അപ്പം ഈ ഒരു ഇവനാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ. ഇവനായിരുന്നു അവിടെ താഴെ ഉണ്ടായിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു നീ വാ നമുക്ക് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു പണിയില്ലാതെ വെറുതെ ബോറടിച്ചിരിക്കുവാണല്ലോ, അപ്പോൾ ചുമ്മാ പട്ടിയെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ താഴോട്ട് ചെന്നു. താഴോട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് കടയൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചു ഏതായി പട്ടി എന്ന് വല്ല അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇത് ഞങ്ങൾക്ക് അറിയില്ല, ഏതോ വീട്ടിൽ നിന്ന് ചാടി പോകുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ഇവൻ ഓടി വന്നു ബിസ്ക്കറ്റിന്. അപ്പോൾ ഇവന് കുറച്ച് ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായി. അങ്ങനെ മഴ പെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാകെ സാഡായി. കാരണം ഇവനെ എവിടുന്നോ ഇവൻ ചാടി വന്നു. എടാ 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 വടിയെടുക്കും അടി വേണോ ഒരു പേടിയില്ല അവന്. ആ ഗുഡ് ബോയ് സാനു, യു ആർ മൈ ഗുഡ് ബോയ്. അപ്പം അങ്ങനെ മസാജ്. അപ്പം അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആകെ എൻ്റെ ഹസ്ബൻഡ് സാഡായി. കാരണം പുള്ളി പറഞ്ഞു ഇവനെ മഴയത്ത് നനയുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോകാം, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോകാം. എന്നിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന കടക്കാരോട് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഇവനെ എടുത്തിട്ട് ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. അപ്പം മഴയുണ്ട്. ഇവന് എടുത്തപ്പോൾ തന്നെ ഇവന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് അടങ്ങിയിരുന്നു. അവനക്ക് ഓടിപ്പോണം, അതിനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിടൂല, മഴ പെയ്യുന്നുണ്ട്, വിടൂല. പിടിക്കൂടെ മസാജ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളെടുത്തിട്ട് ഇവനെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവനാകെ അവിടെയല്ലേ എന്താക്കി വെച്ചിടാ നീ അവിടെ എന്താക്കി വെച്ച് ഫ്ലാറ്റിൽ പറഞ്ഞു കൊടുക്കട്ടെ നീ എന്താക്കി വെച്ചെന്ന്. സയാനോ. അപ്പം അങ്ങനെ ഇവനെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നപ്പോൾ നീ എന്താക്കിയടാ പറഞ്ഞു കൊടുക്കട്ടെ നിന്റെ സ്വഭാവം. മൊത്തം മുള്ളി നാറ്റിച്ചു കളഞ്ഞു ആ ഫ്ലാറ്റ് മൊത്തം. ഞാൻ ഇന്ന് തുടച്ചു മൊത്തം. നമുക്കറിയില്ലല്ലോ ഇവന്റെ സ്വഭാവം ഒന്നും. ഇവൻ ആ ഫ്ലാറ്റിൽ കയറിയപ്പോൾ തന്നെ പുറത്തൊന്നും മുള്ളാഞ്ഞവൻ അകത്ത് കയറി മുള്ളി വെച്ച്. ലാസ്റ്റ് ഞാൻ തുടച്ചു. വൈകിട്ടായപ്പോഴോ ഇവന്റെ തനി സ്വഭാവം ഞങ്ങൾ അറിഞ്ഞു. ഇവൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ പേഴ്സണൽ സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ഇവനാകെ നൈറ്റ് ഞങ്ങൾ ഉറക്കിയില്ല. ഭയങ്കര കുരയും ബഹളവും. ഇവൻ കുരയ്ക്കത്തില്ല. ഇവന്റെ ഒച്ച എങ്ങനെയാടാ കീ 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 കീന്ന് കിളി അറിയത്തില്ലേ? നിന്റെ ഒച്ച എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ. നിന്റെ ഒച്ച ഒന്ന് കാണിച്ചു കൊടുത്തേ. നീ എങ്ങനെയാ നീ വിളി കേൾക്കണമെന്ന് കാണിച്ചു കൊടുത്തേ. നിന്നെ വിളി കേൾക്കണേ കണ്ടോ ഇതുപോലത്തെ കിളിയുടെ സൗണ്ട് മാത്രമാണ് ഇവന്റെ ആകെയുള്ള ഒച്ച. അപ്പം ഞങ്ങൾ പിടിച്ച് കുരയ്ക്കാത്ത പട്ടി എന്നൊക്കെ വിചാരിച്ചു. ഇവന്റെ സ്വഭാവം ഒന്നും മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു പെറ്റ്സിൻ്റെ ഒക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ട് അവിടുത്തെ ആളോട്ട് ഒന്ന് കണക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞു ഇത് ഇംഗ്ലീഷ് റിട്രീവറാന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴേലും ഒരു പെറ്റ്, എന്തായാലും ഞങ്ങൾക്ക് പെറ്റിനെ എടുക്കും. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നിട്ടൊരു കാര്യമായിരുന്നു ഒരു ഗോൾഡൻ റിട്രീവറിനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക്. അവൻ ഇരിക്കുന്നില്ല, അവന് ഗ്രൗണ്ടിൽ കൂടെ ഓടണം. അവനെ കൂട്ടിലാക്കി ബ്ലഡി ഫുൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹസ്ബൻഡ് ഒരു മുസ്ലിമാണ്, ഞാനൊരു ഹിന്ദുവാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഓൾറെഡി ആഗ്രഹമുണ്ട് ഒരു നായനെ വളർത്തണം. ഇത് എൻ്റെ ഹസ്ബൻഡ് ഒരു മോനാണ്. പുള്ളിക്ക് അതുകൊണ്ടായിരിക്കാം ആ ഒരു എന്തെങ്കിലും കളിക്കാനോ അതൊക്കെ ആയിരിക്കാം പുള്ളി എന്തോ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം പുള്ളി പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ നായനെ വേണമെന്ന്. പക്ഷെ അവർ അലൗഡ് ചെയ്തില്ല. കാരണം അവർ ആ റൂൾസ് അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തായാലും പറ്റില്ല. അപ്പം പുള്ളിയുടെ ഒരു സ്വന്തം ജീവിതത്തിലേക്ക് കടന്നപ്പോൾ എനിക്കും ഓൾറെഡി പട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
എൻ്റെ വീട്ടിലും പട്ടികളുണ്ട്. അപ്പം പുള്ളിക്ക് എന്തുകൊണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളൊരു പട്ടീനെ എന്തായാലും ഒരു പെറ്റിനെ എന്തായാലും വാങ്ങണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ് ഒരു ഗോൾഡൻ റിട്രീവറിനെ തന്നെ വാങ്ങണം എന്ന് ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക്, അതായത് സയാനുവിനെ കിട്ടുന്ന അന്ന് ഉച്ചയ്ക്ക് വരെ ഞങ്ങളിങ്ങനെ നമുക്കൊരു ഡോഗിനെ വാങ്ങണം. ജോബൊന്നും വാങ്ങാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിനോട് നിൽക്കാഞ്ഞത്. അപ്പോൾ അന്ന് വൈകിട്ടാണ് ആക്ച്വലി ഇവനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ ആരെങ്കിലും കൊണ്ട് കളഞ്ഞതായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ചാടിപ്പോയതായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മളതിൻ്റെ അടുത്ത് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴല്ലേ ഫുൾ സീനാവുന്നത്. അതായത് ഫ്ലാറ്റ് ഓണർ മുസ്ലിമാണ്. മുസ്ലിം പള്ളിയിലെ എന്തോ സംഭവമാണ്. അങ്ങനെ ആൾക്ക് ഈ നായകളൊന്നും പറ്റത്തില്ല. ആളുടെ വീട് അവിടെയല്ല, ആളുടെ വീട് കുറേ മാറിയിട്ടാണ്. ആളവിടെ താമസിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ഫാമിലി എന്നുള്ള രീതിക്ക് എടുത്ത ഫ്ലാറ്റാണ്. അപ്പോൾ ഫാമിലിക്ക് കൊടുക്കും, 1 ഇയറിലേക്ക് കൊടുത്താണ്. അപ്പോൾ 1 ഇയറിലേക്ക് എന്തായാലും അവിടെ ഒരു പെറ്റ്സ് ഇപ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ നേരത്തെ അവർ പറയണമായിരുന്നു ഇല്ല, പെറ്റ്സിനെ അലൗഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അവർ എങ്ങും ഇല്ലാത്ത കുറേ റൂൾസാണ് എപ്പോഴും ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും താമസിക്കാതെ അതിനകത്ത് കയറിയിട്ട് വെള്ളം അടിക്കാൻ പാടില്ല, അത് സ്മോക്ക് ചെയ്യാൻ പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല, എന്തെല്ലാം റൂൾസാണ്. നമ്മൾ പൈസ മുടക്കിയിട്ട് ഒരു റൂം എടുക്കുക, അല്ലെങ്കിൽ ഒരു വീടെടുക്കുക. അപ്പം നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് പൈസ മുടക്കിയിട്ട് വീടെടുക്കുന്നത്? ഇവർ ഈ റൂൾസുമായിട്ട് വെച്ചിട്ടിരുന്നാൽ ആരാണ് അതെടുക്കാൻ വേണ്ടി എത്തുന്നത്? അതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് കിട്ടാഞ്ഞുകൊണ്ട് പെട്ടെന്ന് പരത്തിയിട്ട് കിട്ടാഞ്ഞത് കൊണ്ട് മാത്രം നമ്മളത് എടുത്തതേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു റൂൾസുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇവനെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെ ആകുമെന്നോ നമ്മൾ ആലോചിച്ചില്ല. നമുക്കപ്പം അപ്പോഴത്തെ ഒരു ബുദ്ധിക്ക് നമ്മളിവനെ അങ്ങ് എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ആയി. അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് മുള്ളിക്കാനോ അപ്പിടിക്കാനോ ആണെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ഈ പുറത്ത് ടൈമിൽ ഇവനെ പുറത്ത് ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇവ ഫ്ലാറ്റിനകത്ത് മുള്ളി വെക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ല ഇവനെ പുറത്ത് ഇറക്കേണ്ടിയും വരുന്ന ഒരു സിറ്റുവേഷനായി. അപ്പോൾ നമുക്ക് അബദ്ധം പറ്റിയോ എന്നുള്ള ഒരു തോട്ടുമുണ്ട് ആ സമയത്ത്. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കിട്ടിയ ഇവനാകെ ഭയങ്കര ചെളി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ആ പെറ്റ് ഷോപ്പിൽ വിളിച്ചിട്ട് ഇതുപോലെ അടുത്ത ഒരാളെ വിളിച്ചിട്ട് ഒരാളെ കണക്ട് ആയി. ആരാന്നൊന്നും എനിക്കറിയില്ല, ഗൂഗിളിൽ നിന്ന് കണക്ട് ആയതാണ്, ഗൂഗിളിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് ഇതായതാണ്. അങ്ങനെ നമ്മൾ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് പട്ടീനെ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇംഗ്ലീഷ് റിട്രീവറാന്ന് പറയുന്നു. നമുക്ക് ഇംഗ്ലീഷ് റിട്രീവറോ? അയാൾ ഇവൻ്റെ കോലം കണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ലാസ്റ്റ് അവരോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, നമുക്കിങ്ങനെ വഴിയിൽ നിന്ന് കിട്ടിയ നായയാണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോവാ, നമ്മൾ അതിനെ ഒന്ന് ഗ്രൂമിങ് എല്ലാം ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് സെറ്റാക്കി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവരൊരു മൃഗസ്നേഹി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങളുടെ മനസ്സിലെന്താ മറ്റേ ലഡ്ഡു പൊട്ടി. കാരണം നമ്മൾ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ഗോൾഡൻ റിട്രീവറിനെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു, കിടക്കുന്നു ഇംഗ്ലീഷ് റിട്രീവറിന്. അങ്ങനെ നമ്മൾ അത് ശരിയാണെന്ന് വിചാരിച്ചു. നമുക്കറിയില്ലല്ലോ, പട്ടീൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്കറിയാവുന്നവർ പറഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. പുള്ളി ഭയങ്കര ഒരു മൃഗസ്നേഹിയാണെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അതിലുപരി മൃഗത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം അവർ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് വരുന്ന വഴിക്ക് പുള്ളി എന്നോട് പറഞ്ഞ്, ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഇതുപോലെ പുള്ളിക്ക് ഒരുപാട് ഡോഗ്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമുണ്ട്. ഡോഗ്സിനെല്ലാം വളർത്തുന്നതും കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹസ്കി ഉണ്ട്. അവനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അവനക്കൊരു കുറവുണ്ട്, അവൻ്റെ കൈ ഇതുപോലെ അമ്മ കയ്യിലെങ്ങാണ്ട് കയറി കടന്നപ്പം അവൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇത്ര മണിക്കൂറിന് ശേഷം അമ്മ എങ്ങാണ്ട് കയറി കൈ കടക്കുകയോ എന്തോ ചെയ്തു കഴിഞ്ഞപ്പം അവൻ്റെ കൈ എന്തോ ഒടിയോ അങ്ങനെ എന്തോ സംഭവമായി.
പക്ഷേ DNA പ്രശ്നമില്ല, നല്ല ബ്രീഡാണ്, പ്യുവർ ഹസ്കിയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ ശരി, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറയാം, നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ആരെങ്കിലും അവനെ അഡോപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, 6 മാസമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടിയ നായ, അതായത് സയാൻ്റെ കാര്യം നമ്മൾ ചോദിച്ചു. ഇതുപോലെ നമുക്ക് ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്, ഇവനെ എവിടെ ഗ്രൂമിങ് ഒക്കെ ചെയ്തൊന്ന് ശരിയാക്കണം, അപ്പം അതിനുള്ളൊരു ഇത് ഒരാളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്താന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു എനിക്കുണ്ട്, അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പം ബെറ്റർ ഞാൻ അടുത്തൊരു ഇത് നിങ്ങൾ പറയാം, അവിടെ അടുത്തുള്ളൊരു ഇതുണ്ട്, എന്താ പെറ്റ്സ് കോർണറോ, അപ്പോൾ അടുത്തുള്ളൊരു ഇത് പറയാമെന്നൊരു പെറ്റ്സ് കോർണറോ അങ്ങനെ എന്തോ ഇതായിരുന്നു. അപ്പോൾ അവിടെ പുള്ളി പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ നമ്പരെല്ലാം തന്നു. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു ഇതുപോലെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു ഡോഗാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും അവരും എന്തോ മൃഗസ്നേഹിയാന്ന് തോന്നുന്നു. അവരും പറഞ്ഞു ഓക്കെ നിങ്ങൾ കൊണ്ടുപോകാം, നമ്മൾ ചെറിയ പൈസയ്ക്ക് അവനെ ഗ്രൂമിങ് ഒക്കെ ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് സെറ്റാക്കി വിടാമെന്ന് പറഞ്ഞു. നമ്മൾ പിറ്റേ ദിവസം തന്നെ ഇവനെ നൈറ്റാണ് കിട്ടിയത്, പിറ്റേ ദിവസം രാവിലെ നമ്മൾ വിട്ടു ഇവനെയായിട്ട് ഈ പെറ്റ്സ് കോർണറിലേക്ക് വിട്ടിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ആകെ പരക്കെ ചെളിയാണ് ഇവൻ്റെ ദേഹം മൊത്തം. അപ്പോൾ അവിടെ പോയിട്ട് ഇവനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി പാസ്പോർട്ട് വരെ അടിച്ച് കിട്ടി. അങ്ങനെ കിട്ടാൻ ഇത്ര ടൈം എടുത്തു. വൈകുന്നേരമായി നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ രാവിലെ കൊണ്ടുപോയതാണ് ഇവനെ ഇറക്കിയപ്പോൾ വൈകുന്നേരമായി. കണ്ടപ്പോൾ എൻ്റെ തന്നെ കിളി പോയി, കാരണം ഇത്രയും ചെളി പിടിച്ചിരുന്നവൻ ഫുൾ വൈറ്റായിരുന്നു. ആക്ച്വലി ഇവൻ ഗോൾഡൻ റിട്രീവർ ഒന്നും അല്ലായിരുന്നു, ഇവന് സ്പിറ്റ്സാണ്. സ്പിറ്റ്സിൻ്റെ തന്നെ വേറൊരു സ്പിറ്റ്സിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു ടൈപ്പാണ് ഇവൻ. ഗോൾഡൻ റിട്രീവർ അല്ലായിരുന്നു, പക്ഷെ അവർക്കും തോന്നിയത് ഗോൾഡൻ റിട്രീവർ ആണെന്നാണ് ഇവനെ കണ്ടപ്പോൾ ലുക്ക് വെച്ചിട്ട് നോക്കിയപ്പോൾ. വെച്ചിട്ട് പൊക്കമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇവനെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഉള്ളൂ ഇവന്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ താഴത്തെ ക്ലിനിക്കിലുള്ള ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി, നോട്ട് ചെയ്ത്. പിറ്റേ ദിവസം ആയല്ലോ, ആൾക്കാരൊക്കെ വന്ന സമയമാണല്ലോ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഇൻഫോം ചെയ്തെന്ന് തോന്നുന്നു ഓണറെ. പറഞ്ഞു നിങ്ങൾ നായനെ കൊണ്ടുവന്നു ചോദിച്ചു ഫ്ലാറ്റ്, അത് അലോഡല്ല എന്ന് പറഞ്ഞു, ബിക്കോസ് അവർക്ക് ഹറാമാന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് താമസിക്കുന്നില്ല, അവരത് റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണ്, അവിടെ ഒരു ഫാമിലി എടുത്തതാണ്. അപ്പം ഇതിന് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, കാരണം അല്ലെങ്കിൽ അവർ ആദ്യമേ തന്നെ പറയണമായിരുന്നു ഇത് അലൗഡല്ല എന്ന് ആദ്യമേ പറയണമായിരുന്നു. പക്ഷേ അതവർ പറഞ്ഞില്ല. പിന്നീട് നമ്മൾ അറിയുന്നത് ഇവർ ഇച്ചിരി പ്രശ്നക്കാരാണ്, കാരണം ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത റൂൾസ് കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കലാണ് ഇവരുടെ പണി. അങ്ങനെ പിന്നീടാണ് നമ്മൾ ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ തുടങ്ങിയത്. ഇവർ ആവശ്യമില്ലാത്ത ഓരോ റൂൾസൊക്കെയാണ് വച്ചേക്കുന്നത് അവിടെ, അതുകൊണ്ട് തന്നെ ആരും അവിടെ താമസിച്ചൊന്നുമില്ല. അങ്ങനെ ഇവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഡേ ബൈ ഡേ ഓരോ പ്രശ്നം. നമ്മൾ ഒരു വീക്ക് നിന്നു അവനായിട്ട് അവിടെ. പിന്നെ ഒരു ഡേ പെട്ടെന്ന് വരെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല, കാരണം നമ്മൾ അത്രയും സെർച്ച് ചെയ്തിട്ട് അടുത്ത് കിട്ടിയ ഒരു സ്ഥലമാണ്, വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ നമ്മളും വീടെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി, കാരണം ഇവനെയായിട്ട് അവിടെ താമസിക്കുന്നത് പോസിബിൾ അല്ല. ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, കാരണം നായനെയാണ് കയറ്റിയേക്കുന്നത്. പൂച്ചനെയാണെങ്കിൽ അവർ അലോഡ് ചെയ്ത് തന്നെ, നായ ആയതുകൊണ്ടാണ് ഹറാമെന്ന് പറഞ്ഞു. ഇപ്പം പറയുമ്പോൾ ഹറാം എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ഹറാം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കേട്ടോ, ഇത് ഹറാം എന്ന് ഞാൻ പേഴ്സണലി എനിക്കറിയില്ല എന്താണ് ഇതിനെ തൊട്ടാൽ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ മതം പഠിച്ചിട്ടില്ല. ഹറാം എന്ന് പറയുമ്പോൾ അതിൻ്റെ മതം ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ എന്തുകൊണ്ട് ഹറാം എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിപ്ലൈയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ അതിന് എതിര് എടുക്കുകയൊന്നുമില്ല. പറയുന്നത് എൻ്റെ ഹസ്ബൻഡും മുസ്ലിമാണ്, അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനോ അതിലേക്ക് പോകാനോ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവർ അന്ന് അവിടുന്ന് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് വളരെ മോശമായെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്നതല്ല. നമ്മൾ പൈസ 1 ഇയറിലേക്ക് വാക്ക് പറഞ്ഞു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് പൈസ കൊടുത്തെടുത്ത് അത് ഞങ്ങൾ ഫാമിലിയാണ്. അവിടെ ചില പെറ്റ്സ് വരും. അല്ലെങ്കിൽ ഫസ്റ്റ് പറയാനായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്നിടത്ത് ഇങ്ങനെ റൂൾസ് ഉണ്ട്, ഇവിടെ അലോഡ് അല്ല എന്ന് പറയണമായിരുന്നു. ഇത് നായ ആയതുകൊണ്ട് മാത്രം പെറ്റ്സ് അലോഡാണ്, പക്ഷെ നായ ആയതുകൊണ്ട് മാത്രം അലോഡല്ല. ഓക്കെ ശരി, നമ്മൾ അവരോട്ട് വലിയ ഫൈറ്റിനൊന്നും നിന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് മൂവ് ചെയ്തു. മൂവിൽ നിന്ന് അത്രയും സെർച്ച് ചെയ്തിട്ടൊരു വീട് കിട്ടി. അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹസ്കിയുടെ കാര്യം പറഞ്ഞ ആളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വിളിക്കുക, നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡോഗിനെ ഗ്രൂം ചെയ്തു, താങ്ക്സ് ഒക്കെ പറയാനൊക്കെ വിളിച്ചപ്പോൾ ഈ ഹസ്കിൻ്റെ കാര്യത്തിൽ പിന്നെയും ടോക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇവനെ കണ്ടവൻ്റെ ഫോട്ടോ വീഡിയോസ് അയച്ചു. പുള്ളി നമ്മൾ ചോദിച്ചിട്ടാണ് അയച്ചത്. വീഡിയോസ് അയച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇവനെയും കൂടെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഇവനെ കൂടെ എടുത്ത് വളർത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ നിരന്തരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഞങ്ങളൊരു ദിവസം അവനെ അവിടുന്ന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ അവനെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടുപേരെ കിട്ടിയത് ഏകദേശം ഒരേ ഡേയിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ദയാനെ വഴിയിൽ നിന്ന് കിട്ടിയ അതേ ഡേയിൽ തന്നെയാണ് നമ്മൾ ഈ റോഷൻ എന്ന് പറയുന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തത്. ആ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഹസ്കിനെ പറ്റി അറിയുന്നത്. രണ്ടുപേരെ നമുക്ക് കിട്ടിയത് ഒരു കണക്കിന് നോക്കുമ്പോൾ ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവർ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പം എനിക്ക് തോന്നുന്നത് എന്തെല്ലാമൊക്കെയോ നമ്മൾ 0-ൽ നിന്ന ഞങ്ങൾ രണ്ടുപേരും അന്ന് 0-ൽ നിന്നും 1, 2, 3 ആ ലെവലിലേക്ക് ആകാൻ തുടങ്ങി. മീൻസ് ഞങ്ങൾ പിന്നെ 0-ൽ കടന്നിട്ടില്ല. അതായത് ഇവർ വന്നതിന് ശേഷം ഞങ്ങൾ 0-ൽ കടന്നിട്ടില്ല. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ ഞങ്ങൾക്ക്, എനിക്കറിയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ആരുടെയും ഒരു ഹെൽപ്പില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇവർ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ, അതായത് ആ ഫ്ലാറ്റിൽ അലൗഡല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവനെ പുറത്ത് കൊണ്ട് കളയായിരുന്നു. പക്ഷെ ഞങ്ങൾ കളഞ്ഞില്ല. നമുക്കന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നവനാണ്. ഇവനൊപ്പം ഇവനൊരു കൂട്ടായിട്ട് അടുത്ത ആളെയും നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടാമത് താമസിച്ച ക്വാർട്ടേഴ്സിൽ നിന്നും, അതൊരു വീടായിരുന്നു. അവിടെ ഫാമിലീസിൻ്റെ അതിൻ്റെ ഓണേഴ്സിന് അവർക്ക് ഓൾറെഡി നായ്ക്കളുള്ളതുകൊണ്ട് അവർ അലോഡ് ചെയ്തായിരുന്നു. ഇവന്മാരെ 2 പേരെ അലോഡ് ചെയ്തു അവർ. അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് മാറേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അതൊരു വെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം അതിൻ്റെ ഓണേഴ്സിന് അവർ താമസിക്കുന്നിടത്ത് വെള്ളം ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് ഇങ്ങോട്ട് താമസിക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളവിടുന്ന് മാറുന്ന സമയം ഞങ്ങളുടെ മാരേജ് എല്ലാം കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഇവനെയും കൊണ്ട് അപ്പം അപ്പോഴും നമുക്ക് ജോബില്ല കേട്ടോ. ഇതിലൊരു മെയിൻ കാര്യമാണ്. നമ്മൾ രണ്ടാമത്തെ കോട്ടേഴ്സിൽ നിന്ന് മാറുമ്പോൾ ഞങ്ങൾക്ക് ജോബൊന്നും ആയിട്ടില്ലായിരുന്നു. നമ്മൾ എപ്പോഴും സെർച്ചിങ്ങിലായിരുന്നു, ജോബൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആകെ വട്ടം കറങ്ങി. ഇവരെ രണ്ടാമത് മാറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആകെ വട്ടം കറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പം ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് അലോഡ് ചെയ്യുമോ, ഇവരെയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ കുറേ ആലോചിച്ചു, തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ടാണ് പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാനും ഹസ്ബൻഡ് മൂവ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തു. അപ്പം അവരെന്തായാലും ഡോഗ്സിനെ അലോഡ് ചെയ്യില്ല, ഒരു മുസ്ലിംസാണ്. അപ്പോൾ എന്തായാലും അവർ ആ ഒരു റൂൾ അനുസരിച്ച് നിസ്കാരവും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന പ്രായം ആയിട്ടുള്ളവരാണ്.
അവരുടെ അത്രയും ലൈഫിൽ അവർ ആ മതം മുറുകെ പിടിച്ചിട്ട് ജീവിച്ചവരുടെ ഇടയ്ക്ക് നമ്മളുടെ ഒരു ഇഷ്ടങ്ങൾക്ക് അവരെന്തായാലും പ്രയോറിറ്റി കൊടുക്കത്തില്ല. അവരെന്തായാലും നായ്ക്കളെ അലോഡ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു, നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇവരെ കോട്ടയത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് പെറ്റ്സിനെ കൊണ്ടുവന്ന വണ്ടിയുണ്ട്, അതിൽ ഇവന്മാരെ രണ്ടുപേരെയും ഒപ്പം ഞങ്ങൾക്ക് വേറൊരു നായനെ കിട്ടിയായിരുന്നു. അവിടെ വേറൊരു നായനെ കിട്ടിയായിരുന്നു. അവൻ പെട്ടെന്നെങ്ങാണ്ട് എവിടുന്നോ വന്നതാണ്. കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ട്. അതൊരു നല്ല നായയായിരുന്നു, സാധാ നാടൻ പറ്റിയൊന്നും അല്ലായിരുന്നു. അതൊരു നല്ല വീട്ടിൽ എവിടെയോ ജീവിച്ചൊരു നായയാണ്. പക്ഷെ ഭയങ്കര നമുക്ക് അവനെ ഒറ്റയ്ക്ക് ഈ ഫൈറ്റ് മീനെയൊക്കെ വളർത്തുന്ന പോലെ ഒറ്റയ്ക്ക് വളർത്തിയിട്ടേ കാര്യമുള്ളൂ. ഇവന്മാരുടെ ഒപ്പം അവൻ യോജിച്ചു പോകുന്നില്ല. ഒരിക്കലും അവനെ ഭയങ്കര അഗ്രസീവാണ്. ചെറുതാണ് ആള്, പക്ഷെ ഭയങ്കര അഗ്രസീവാണ്. നമുക്ക് ഒരിക്കലും ഇവന്മാരുടെ കൂടെ ഇട്ട് വളർത്താൻ പറ്റൂല. ഇവന്മാർ സൈലന്റ് ആണ്, പക്ഷെ അവൻ ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ഭയങ്കര ബഹളക്കാരനാണ്. ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് പക്ഷെ നമ്മൾ അവനെ വിട്ടില്ല. ഇവരെ എന്തായാലും കയറ്റി വിടുവാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, ഒന്നും ചിന്തിച്ചില്ല. ആ പട്ടീനെ നമ്മൾ ഇവരുടെ കൂടെ തന്നെ കയറ്റി കോട്ടയത്തേക്ക് വിട്ടു. ഒപ്പം ഞങ്ങളും കോട്ടയത്തേക്ക് പോന്നു. വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഇവനെ എന്തായാലും ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഈ പുതിയ കിട്ടിയ പട്ടീനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇടയ്ക്ക് ഇവന്മാരുടെ ഇടയ്ക്ക് എന്തായാലും ഇതിനെ വളർത്താൻ പറ്റത്തില്ല. അവനൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് നമ്മൾ കൂടെ നിർത്തിയതാണ്. കാരണം ഏതോ വീട്ടിൽ നിന്ന് ചാടി പോകുന്നതാണ്. വീട്ടിൽ നിന്ന് ചാടി പോകുന്നതോ അതോ ഇവൻ്റെ സ്വഭാവം ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡോഗാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം കൊണ്ട് ഇനി വീട്ടുകാർ ചാടിച്ചതാണോ എന്നും അറിയില്ല. എന്തായാലും അവന് വിശന്ന് നടക്കുന്ന ഒരു പട്ടിയായിരുന്നു. ദിവസങ്ങളോളം വിശന്ന് നടന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വരുമായിരുന്നു. ഇവന്മാരെ കണ്ടിട്ട് ഇവന്മാർ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് വന്ന് നിൽക്കുമായിരുന്നു. നമ്മൾ അവനെ എടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കോട്ടയത്തേക്ക് വന്നു. അവന്മാരെയും കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ആ നായനെ നമുക്കിവിടെ വളരെ വർഷങ്ങളായിട്ട് വരുന്ന മീൻകാരന് കൊടുത്തു. അവനെ ഒരു പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കൊടുത്തു. അപ്പം അങ്ങനെയാണ് നമുക്ക് സയാനെ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി അവരെ വളർത്തുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയതും ജോബും കാര്യങ്ങളും എല്ലാം ആയി ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലാണോ ഇനി അത് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് 100% ഞാൻ വിശ്വസിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ് എനിക്ക് പല മാറ്റങ്ങളും ഞങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല രണ്ടുപേരുണ്ട്. അവന്മാർ രണ്ടുപേരും നല്ല അടിപൊളിയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാളുടെ കൈ പോയെന്നേ ഉള്ളൂ. അവനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കരം, അതായത് സാക്കിൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പം അത്ര ഈസി ആയിരുന്നില്ല നമുക്ക് അവനെ ടേക്ക് കെയർ ചെയ്യാൻ. അത്ര ഈസി അല്ല. മീൻസ് അവൻ ജനിച്ചതിന് ശേഷം അവന് കൈക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഈ പുള്ളി അവനെ ആർക്കും കൊടുത്തില്ല. കൈക്ക് പ്രശ്നമുള്ളത് കൊണ്ട് പൈസയ്ക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. പൈസ ആരും വാങ്ങൂല. പിന്നെ അവർക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ, പിന്നെ DNA പ്രശ്നമില്ല എന്ന് അവർ പറഞ്ഞാലും ചിലർ വിശ്വസിക്കില്ല. അപ്പം അങ്ങനെ ആരും അവനെ വാങ്ങാതെ അവിടെ വെച്ചേക്കുമായിരുന്നു അവരുടെ അവിടെ. അങ്ങനെ ആണ് നമ്മൾ പോയി വാങ്ങുന്നത്. അപ്പം അത്രയും ഞാൻ വിചാരിച്ചു സാധാ പട്ടികളെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇവനക്ക് മുള്ളാൻ പ്രശ്നമുണ്ട്, അപ്പിയിടാൻ പ്രശ്നമുണ്ട്. കാരണം നായ്ക്കള് അവർ രണ്ട് കൈയും കാലും കുത്തിയിട്ടല്ലേ ഉള്ളിലും വരും. ഇപ്പം അതിലൊക്കെ അങ്ങനെയൊന്നും ഇവനക്ക് പറ്റത്തില്ല. അങ്ങനെ ഇവൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് മുള്ളുന്നതും. പിന്നെ അവനക്കൊരു കൺട്രോൾ ഇല്ല എവിടെ മുള്ളണമെന്ന്.
അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ സാധാരണ നായ്ക്കളൊരു സ്ഥലത്ത് മാത്രമേ, അതായത് സയാൻ എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രമേ അപ്പിടാനായാലും ഉള്ളാനായാലും ഒരു സ്ഥലം മാത്രമേ അവൻ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവനെ സംബന്ധിച്ചിട്ട് ഇവനക്ക് അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇവനക്ക് കൈ വയ്യാത്തതുകൊണ്ട് തന്നെ ഇവനക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അധികം ഒരുപാട് ഇവന് അത്യാവശ്യം നല്ല രീതിക്ക് ഓടും. നല്ല രീതിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവനെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളാരും പുറകെ പോയിട്ട് കാര്യമില്ല, കാരണം കിട്ടൂല. കണ്ണ് നമ്മൾ അടച്ച് തുറക്കും മുന്നേ ഇവന് ദൂരെ എത്തിയേക്കും. അപ്പോൾ ഇവിടെ വലിയ ഗ്രൗണ്ടാണ്. അപ്പം ഇവനെ ഇവിടെ നിന്നൊക്കെ ഇവൻ കണ്ണടച്ച് നമ്മൾ തുറക്കും മുന്നെയാണ് അങ്ങൊക്കെ ചെല്ലുന്നത്. അപ്പം അങ്ങ് ചെല്ലുമ്പോൾ അവിടെ റോഡാണ്. റോഡ് കയറിയിട്ട് ഇവനിങ്ങനെ റോഡിലെ വണ്ടിയും കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും. ഇത്രയേ ഉള്ളൂ ആളുടെ പോക്ക് ഇപ്പോൾ. അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ ആളുടെ പോക്കും വരവൊക്കെ. പക്ഷെ നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. അവനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പുറകെ ഓടിപ്പോയിട്ട് പിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. അവൻ്റെ കൈ വയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അവൻ്റെ കൈ വയ്യാത്തത് ഒരു കുറവ് അല്ല, അത് നമുക്ക് തോന്നത്തില്ല. അവൻ്റെ ഒപ്പം ഇരുന്നാൽ നമുക്ക് തോന്നില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, കോട്ടയത്താണ്. ഇപ്പം എൻ്റെ ഒപ്പം അവരുണ്ട്. അവരുമായിട്ട് എനിക്ക് ഇപ്പം എന്ത് സങ്കട സമയത്തായാലും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം ഞാൻ ഒരുപാട് ഹാപ്പി ആകാറുണ്ട്. അല്ലെ ഡോഗ്സ് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്രഷനൊക്കെ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു ഫീല് എനിക്ക് പേഴ്സണലി എനിക്ക് അത് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുറേ ഇങ്ങനെയുള്ള ഡിപ്രഷൻ സ്റ്റേജുകളെയൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ആകാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പെറ്റ്സ്. അപ്പം മാക്സിമം ആളുകൾ അവരെ സ്നേഹിക്കുക. ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡോഗ്സ് ഉണ്ടാവാം, ചിലരൊക്കെ അതിനെ വഴി പോയി ചാടിക്കുന്ന കാണാം. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ കണ്ണടച്ച് തുറക്കുന്നത് നമ്മളുടെ മുഖം ചിന്തിച്ചിട്ടാണ്. കാരണം അവർക്ക് ഇപ്പം എൻ്റെ പെറ്റാണെങ്കിലും അവർക്ക് ഞാനേ ഉള്ളൂ, വേറൊരാളില്ല. വേറൊരാൾ എന്നെ പോലെ കെയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവർക്കും അവരോട് ആ ഒരു സ്നേഹം തോന്നുമെന്ന് അറിയില്ല. അവർ കാണുന്നതും അവർ സ്നേഹിക്കുന്നതും എന്നെയാണ് അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പെറ്റ്സും അങ്ങനെ തന്നെയാണ്. അപ്പം മാക്സിമം നമ്മൾ അവരെ കെയർ ചെയ്യുക. അവർക്ക് വളരെ ആയുസ് കുറവുള്ളവരാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ കെയർ ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുക, ഹാപ്പിയായി മുന്നോട്ട് പോവുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.